ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം കടലിലൂടെ ഒരു യാത്ര പോകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23-ാം വാക്യത്തിലാണ്. അപ്പോൾ പെട്ടെന്ന് കടൽ പ്രക്ഷുബ്ധമാകുന്നുണ്ട്. അങ്ങനെ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു, യേശു അത് ശാന്തമാക്കുന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഉയരുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവം ശാന്തമാക്കുമെന്നല്ല ഇതിനർത്ഥം. എല്ലാ പ്രശ്നങ്ങളുടെ മേൽ, നമ്മുടെ പ്രതിസന്ധികളുടെ മേൽ എല്ലാം ദൈവത്തിന് അധികാരമുണ്ടെന്നാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യമാണ്, നാം പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ മാറുന്നില്ല? നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം നമ്മെ നിത്യജീവനിലേക്ക് എത്തിക്കണമെന്നാണ്. അല്ലാതെ ഈ ലോക ജീവിതം നീ സുഖകരമായിട്ട് കഷ്ടപ്പാടൊന്നുമില്ലാതെ സങ്കടങ്ങളൊന്നുമില്ലാതെ പോകാമെന്നല്ല. അതുകൊണ്ട് തന്നെ ഈ ജീവിതം നാം ജീവിച്ചു തീർക്കുമ്പോൾ ഈ ജീവിതത്തിൻ്റെ ഭാഗമായ പ്രശ്നങ്ങളെല്ലാം ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ, കർത്താവിൻ്റെ ഹിതമറിഞ്ഞ് നടക്കുവാൻ, നിത്യജീവനിലേക്ക് നടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ആമേൻ.